സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സംവിധായകനും മലയാള ചലച്ചിത്ര സീരിയൽ അഭിനേതാവുമായ ശ്രീ ശ്രീകാന്ത് മുരളി, വണ്ടൂരിന്റെ ജനപ്രിയ നായകനായ ബഹുമാനപ്പെട്ട MLA ശ്രീ KP അനിൽകുമാർ സർ, വണ്ടൂർ DMC ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ NM കദംബൻ നമ്പൂതിരിപ്പാട്, ആടോപതാണ്ഡവം പുരസ്കാരത്തിന് അർഹനായ ശ്രീ തലവടി അരവിന്ദൻ, എഴുത്തുകാരനും കലാനിരൂപകനുമായ ശ്രീ V കലാധരൻ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മൻസൂർ കാപ്പിൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അനിൽ മോഹനൻ, നിലയോട് അനുസ്മരണം 2025 വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നിലയോട് അനുസ്മരണം 2025 ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സംവിധായകനും മലയാള ചലച്ചിത്ര സീരിയൽ അഭിനേതാവുമായ ശ്രീ ശ്രീകാന്ത് മുരളി, വണ്ടൂരിന്റെ ജനപ്രിയ നായകനായ ബഹുമാനപ്പെട്ട MLA ശ്രീ KP അനിൽകുമാർ, വണ്ടൂർ DMC ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ NM കദംബൻ നമ്പൂതിരിപ്പാട്, ആടോപതാണ്ഡവ പുരസ്കാരത്തിന് അർഹനായ ശ്രീ തലവടി അരവിന്ദൻ, എഴുത്തുകാരനും കലാനിരൂപകനുമായ ശ്രീ V കലാധരൻ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മൻസൂർ കാപ്പിൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അനിൽ മോഹനൻ, നിലയോട് അനുസ്മരണം 2025 വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
മകൾ ശ്രീമതി മായാനന്ദിയോടിനെ ക്ഷണിച്ചു. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് ശ്രീ മധുദേവിയോട് ക്ഷണിച്ചു. ദേവിയോട് അനുസ്മരണം 2025 വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രോഗ്രാം കൺവീനർ ശ്രീ പ്രദീപ് തന്നാടിനെ ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിന് കടക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ശ്രീ നെല്ലിയോട് വാസുദേവ നമ്പൂതിരിയുടെ സഹധർമ്മിണി ശ്രീമതി ശ്രീദേവി എന്ന സ്നേഹത്തോടെ ശ്രീദേവിയമായി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വീട്ടിൽ പോയത്. ശ്രീ നെല്ലിയോടിൻ്റെ ജീവിതത്തിൽ എന്നും പിന്തുണയായിരുന്ന അവർ നമ്മുടെ അനുസ്മരണ പരിപാടിയുമായി വളരെയധികം സഹകരിച്ചിരുന്നു. ആദ്യത്തെയും രണ്ടാമത്തെയും അനുസ്മരണത്തിന് ദൈവപ്രചാരണം നടത്തുന്നതിന് ശ്രീദേവീകർച്ചനമായിരുന്നു. അപ്പോൾ അവരെ അല്പനേരം ഓർത്തുകൊണ്ട് അല്പനേരം നമുക്കൊന്ന് മൗനമായി എഴുന്നേറ്റ് നിൽക്കാം. വിശിഷ്ട എല്ലാവർക്കും നമസ്കാരം. ഇരിക്കുന്ന നമ്മുടെ കണ്ണൂരിലെ കഥകളി ആസ്വാദകർ, മറ്റ് ആസ്വാദകരെല്ലാവരെയും സ്വാഗതം. ചെറിയൊരു ചരിത്രത്തിലേക്ക് വളരെ വേഗം ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം. 2021 ശ്രീനിയോട് വാസം അദ്ദേഹത്തിൻ്റെ ഭരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയായ കണ്ണൂരിലെ വസതിയിൽ ഭരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കലാമണ്ഡലം സാധന സാഹചര്യം സമുദ്രത്തിൽ നിന്നുകൊണ്ട് ജനലിലൂടെ മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാഹചര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓഗസ്റ്റ് 2 അടുത്ത വർഷം തീർച്ചയായും നമുക്ക് അനുസ്മരണം നടത്തും. ഒരു വിളക്ക് വെച്ച്, ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് അദ്ദേഹം
എഴുതി ചിട്ടപ്പെടുത്തിയ രാസക്രീഡ എന്ന് പറയുന്ന ആട്ടക്കഥ എൻ്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ച് എനിക്കൊന്ന് അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം പലപ്പോഴും പറയാനുള്ളതായിരുന്നു. ഞാൻ ചിട്ടപ്പെടുത്തിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാധനൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതെങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിച്ചില്ല. അതുകൊണ്ട് നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന് അനുസ്മരണത്തിന് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കഥകളി സുഹൃത്തുക്കളെല്ലാം കൂടി അത് നടത്താനുള്ള തീരുമാനത്തിലേക്ക്. ആസ്വാദകർ സംഘാടകർ പറഞ്ഞൊരു കാര്യം, ലോകപ്രസിദ്ധനായ നെല്ലിയോട് വാസുദേവ നമ്പൂതിരിയുടെ അനുസ്മരണം എന്ന് പറയുന്നത് അതിന് ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആ കഥ മാത്രം അവതരിപ്പിച്ചുകൊണ്ടാകുന്നത് കണ്ണൂർ അതുകൊണ്ട് തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ സംഘാടക സമിതി രൂപീകരിക്കുകയും വണ്ടൂർ ടൗണിൽ വെച്ച് നല്ല രീതിയിൽ ഒരു അനുസ്മരണം നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. നെല്ലിയോടിലെ പ്രധാന ശിഷ്യയായ ശ്രീ കോട്ടക്കൽ ജയശ്രീ ശിഷ്യകളെ എല്ലാം ഒരുമിച്ചുകൂടി ഒരു സംഘടന രൂപീകരിക്കുകയും ഒരു സാമ്പത്തിക സമാഹരണം നടത്തി എല്ലാ വർഷവും മുതിർന്ന ഒരു ചുവന്നാടി കലാകാരന് 25,000 രൂപ അടങ്ങുന്ന ഒരു പുരസ്കാരം ആരോപണാണ്ടോ എന്ന പേരിൽ നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്നും വളരെയധികം ഉയർന്ന് ആ പരിപാടി നെല്ലിയോട് അനുസ്മരണം എന്ന രീതിയിൽ ഇപ്പോൾ 4ാമത്തെ വർഷത്തിലേക്കാണ് കാണുന്നത്. വണ്ടൂരിലെ പൗരാവലി വളരെയധികം സ്നേഹത്തോടെ ഞങ്ങളുടെ ആശങ്കകളെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട് വണ്ടൂരിലെ പൗരാവലി വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാ വർഷവും വണ്ടൂരിൻ്റെ സാംസ്കാരിക നിലവാരം അടയാളപ്പെടുത്താൻ ഈ പരിപാടിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. അതുപോലെ ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അനുസ്മരണ സമ്മേളനം, തുടർന്ന് പുരസ്കാരദാനം, നാടകദാനവും പുരസ്കാരദാനം, അതിനുശേഷം കഥകളി. ഈ രീതിയിലാണ് ഞങ്ങൾ ഈ വർഷം നടത്തി വരുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ആഗസ്റ്റ് 2 നടത്താൻ കഴിഞ്ഞില്ല. വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു. ഒക്ടോബറിലാണ് നടത്തിയത്. ഈ വർഷവും ആഗസ്റ്റ് 2 തന്നെ 3 തവണയായിട്ട് ഇതേ വേദി TK ഗാർഡൻ, കഴിഞ്ഞ വർഷം മാത്രമേ വേദി മാറ്റേണ്ടി വന്നത്. TK ഗാർഡൻ എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് നെല്ലിയോട് അനുസ്മരണം നടത്തുന്നത്. ഓരോ തവണയും ഉണ്ടാകുന്ന ജന്മകാലത്തെ തുടർന്ന് ഞങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ ഉള്ള പ്രചോദനം കിട്ടിക്കഴിഞ്ഞു. അടുത്ത വർഷത്തേക്ക് ഒരു പടി കൂടി കടന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് വണ്ടൂർ ആസ്ഥാനമാക്കി നെല്ലിയോടിനൊരു സാംസ്കാരിക കേന്ദ്രം കൂടി ആരംഭിക്കണം എന്നുള്ളതാണ്. അടുത്ത 5ാം വർഷമാകുമ്പോഴേക്കും അതിലുള്ള തുടക്കങ്ങളെല്ലാം തുടങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് സഫലമാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇനി എൻ്റെ കർത്തവ്യത്തിലേക്കാണ്. ഇവിടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പലരുടെയും ഗുരുനാഥനായ എൻ്റെ അടുത്ത് ഗുരുനാഥനായ ശ്രീ NM നമ്പൂതിരിപ്പാടാണ്. PMC സ്കൂളിൽ വളരെ കാലം അധ്യാപകനായി കൂടുതൽ ഹെഡ് മാസ്റ്ററായി പിരിഞ്ഞ ശ്രീ NM നമ്പൂതിരിപ്പാട് ശ്രീ നെല്ലിയോട് വാസുദേവന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നത് ശ്രീ ശ്രീകാന്ത്. സാംസ്കാരിക രംഗത്തിൽ നിന്ന് ഒരാളായിരിക്കണം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് ആദ്യത്തെ അനുസ്മരണത്തിൽ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഉദ്ഘാടനത്തിന് തന്നെ വിളിക്കേണ്ട സാംസ്കാരിക രംഗത്ത് നിന്നായിരിക്കും. ഓരോ വർഷവും അതിനനുസരിച്ചുള്ള ആൾക്കാരെയാണ് തെരഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം കൈപ്പുറ ദാമോദരൻ നമ്പൂതിരി, പിന്നീട് സിനിമാതൻ ബാബു നമ്പൂതിരി, അങ്ങനെ പലരെയും ഞാൻ ക്ഷണിച്ചു. ഇത്തവണ ആരെ കിട്ടും എന്നുള്ള ഒരു ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് ആരെയും കിട്ടുന്നില്ല. അപ്പോഴാണ് ഞങ്ങളുടെ സുഹൃത്തായ ശ്രീ പീസ്ഫുള്ളി രാജീവേട്ടൻ ഒരു പേര് നിർദ്ദേശിച്ചത്, ശ്രീകാന്ത് വേണ്ടി. രാജീവേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമ നടനാണ്, സംവിധായകനാണ്, കഥകളി നടനാണ്. പിന്നെ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തു. അദ്ദേഹം അത് ഏറ്റെടുത്തു. പിന്നീട് തുടർന്നുള്ള ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ നിന്നാണ് മനസ്സിലായത് അദ്ദേഹം കഥകളിയിൽ അരങ്ങേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നാമം വരച്ചത് ശ്രീ നെല്ലിയോട് വാസുദേവ നമ്പൂതിരിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിലേറെ ആനന്ദം പറയാനില്ല. അദ്ദേഹം തീർച്ചയായും എത്തുമെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹം ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ശ്രീകാന്തിന്റെ സ്വാഗതം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. ഏത് വർഷവും ഞങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത്. ആദ്യത്തെ വർഷം 2ാമത്തെ വർഷം അദ്ദേഹത്തിന്റെ തിരക്കുകൾ ജനപ്രതിനിധികൾ തിരക്കറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല.
മൂന്നാമത്തെ വർഷം ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും പരിപാടി നടക്കുന്ന വേദിയിൽ ഒന്ന് വന്ന് ആ ഓഡിറ്റോറിയത്തിൽ വന്നുപോയി. അത് ഇന്ന് അദ്ദേഹം തീർച്ചയായും എത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിനും നമ്മുടെ ബഹുമാന്യ MLA ശ്രീ കുമാറിനും സ്വാഗതമുണ്ട്. ഓരോ വർഷവും അനുസ്മരണ പ്രഭാഷണം, ലില്ലിയോടിന്റെ ജീവിതവും കലാജീവിതവുമായി ബന്ധപ്പെട്ട അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തവണ അനുസ്മരണ പ്രഭാഷണം നടത്തുകയും പുരസ്കൃതനായ ശ്രീ തറവടി അരവിന്ദനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് ശ്രീ V. കലാധരൻ. അദ്ദേഹം ദീർഘകാലം കലാമണ്ഡലത്തിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിരുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറായി പിരിഞ്ഞു. കലാനിരൂപകരാണ്, കഥകളി നിരൂപകരാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇത്തവണത്തെ ആടവതാണ്ഡവ പുരസ്കാരം സമർപ്പിക്കുന്നത് മുതിർന്ന കഥകളി കലാകാരൻ ശ്രീ തലവടി അരവിന്ദനാശാനാണ്. തെക്കൻ കേരളത്തിൽ ധാരാളം വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും കോട്ടയ്ക്കും അദ്ദേഹം വേഷം കിട്ടിയിട്ടുണ്ടെന്നാണ് ഒരിക്കൽ വേഷം കണ്ടതായി ഓർക്കുന്നു. ഒരുപക്ഷെ ഈ ഭാഗത്തുള്ളവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. എന്നാലും തലവടി അരവിന്ദനാശാനാണ് ഇത്തവണത്തെ ആടവതാണ്ഡവ പുരസ്കാരം സമർപ്പിക്കുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമ്മുടെ 2 ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മൻസൂർ കാപ്പിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നും ഊർജ്ജമായി നിൽക്കുന്ന ഈ മുന്നിൽ കാണുന്ന ഈ ഒരു സദസ്സ്, അത് തന്നെയാണ് ഞങ്ങൾക്ക് പരിപാടി നടത്താനുള്ള ഊർജ്ജം തരുന്നത്. അവരെല്ലാവരെയും സ്വാഗതം പറയുകയാണ്. ചടങ്ങിന് ശേഷം ലവണാസ്രോധം കഥ അവതരിപ്പിക്കുന്നുണ്ട്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ കലാകാരന്മാർ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ കരപത്രം ഒരുപാട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടമായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും സാദര നമസ്കാരം. വലിയൊരു അനുസ്മരണ സമയം നടന്ന അവസരത്തിലൊക്കെ തന്നെ ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയൊരു എൻ്റെ ഒരു ബന്ധു കൂടി ആയതുകൊണ്ട് ഒരു പരിപാടി ഒഴിവാക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളത്. നെല്ലിയോട് എന്നേക്കാൾ പ്രായം കുറയുമെങ്കിലും ഞങ്ങളെല്ലാം ഒന്നിച്ച് വളരെ കാലം ജീവിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധു എന്നുള്ള നിലയിൽ അദ്ദേഹം എക്കാലത്തും ഓർമ്മിക്കപ്പെടും. നെല്ലിയോടിനെ സംബന്ധിച്ചിടത്തോളം കഥകളി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആയിരുന്നു. കുട്ടിക്കാലത്ത് എൻ്റെ ഇല്ലത്ത് തന്നെയാണ് അദ്ദേഹം അധിക സമയം ഉണ്ടാവുക. പ്രാഥമിക വിദ്യാഭ്യാസം പോലും വേണ്ടത്ര ലഭിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ മോഹം കഥകളി പഠിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ അദ്ദേഹത്തെ കോട്ടയ്ക്കൽ PSP നാട്യസംഘത്തിൽ പഠിക്കാനായിട്ട് എത്തുകയുണ്ടായി. അവിടെ 4 കൊല്ലം പഠിച്ചതിന് ശേഷം പിന്നീട് കലാമണ്ഡലത്തിലേക്ക് ഉപരിപഠനത്തിനായി പോയി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിരുന്നു. സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് ആരുമേ പല വ്യക്തികളുമായും കണ്ടുമുട്ടാനും പരിചയപ്പെടാനും സാധിച്ചതുകൊണ്ട് വലിയ ഒരു അറിവ് നമ്മുടെ നാടിനെ കുറിച്ച് മാത്രമല്ല വിദേശത്തെക്കുറിച്ച് പോലും അദ്ദേഹത്തിന്
ഒരു കാര്യം, ട്രെയിൻ യാത്രയിലായാലും വിമാനയാത്രയിലായാലും ഒക്കെ തന്നെ കൃത്യസമയത്ത് ചെയ്യാനുള്ള സംവിധാനം അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നേരിട്ടുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ജീവിതം കഥകളിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ തയ്യാറായിട്ടുള്ള മഹത്വപൂർണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ നെല്ലിയോട് വാസുദേവൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്ത് കണ്ടാലും അത് പഠിക്കണം. തനിക്ക് അറിയാത്ത വിഷയമാണെങ്കിലും അത് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ അറിവ് നേടുവാനുള്ള ഒരാഗ്രഹം അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെ നേടിയിരുന്നു. ഒരു സ്കൂളിലും പോയിട്ടില്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല. അതൊക്കെ തന്നെ സ്വയം നേടിയെടുത്തിട്ടുള്ള, അങ്ങനെ സ്വയം നേടിയെടുത്തിട്ടുള്ള ആ വിദ്യാഭ്യാസം വിവിധ മേഖലകളിലേക്ക് കടക്കുകയും സംസ്കൃതം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു ഭാഷയായിട്ട് കരുതുകയും അങ്ങനെ സംസ്കൃതം പഠിച്ച് സംസ്കൃതത്തിൽ പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. നമുക്ക് എല്ലാവർക്കും തന്നെ മാർഗദർശകമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. എന്ത് പുതുതായിട്ടൊന്ന് കണ്ടാലും അതെന്താണെന്ന് അറിഞ്ഞ് പഠിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെയാണ് വളരെ വലിയ നേട്ടങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടാക്കിയത്. സാധാരണ ഒരു കഥകളി മണ്ണിൽ നിന്ന് വ്യത്യസ്തമായി പുരാണത്തിൽ അപാരമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു നെല്ലിയോട്. തൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭാഗവതത്തിലെയും രാമായണത്തിലെയും ഭാരതത്തിലെയും കഥാപാത്രങ്ങൾ നിറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ഒരു വലിയ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇത്രയധികം പുരാണ പരിചയമുള്ള ഒരു നടനുണ്ടോ, കഥകളി നടനുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കുന്നു. അത്രയും പുരാണ കഥകളുമായി താരതമ്യം പ്രാപിക്കുകയും അതൊക്കെ തന്നെ തൻ്റെ അഭിനയകലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വാസുദേവൻ നമ്പൂതിരി. നമുക്കൊക്കെ തന്നെ മാർഗദർശകമായി നമ്മെ മുന്നിൽ നിർത്തേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. വണ്ടൂർ കേന്ദ്രമായി ഇതുപോലെ ഒരു സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് മഹത്തായ ആ ജീവിതത്തിന്റെ മാർഗം പിന്തുടരാൻ ഒക്കേവർക്കും സത്യനാകരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സംവിധായകനും മലയാള ചലച്ചിത്ര സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യവുമായ ശ്രീകാന്ത് മുരളിയാണ്. സംവിധായകനും മലയാള ചലച്ചിത്ര സീരിയൽ അഭിനേതാവുമായ ശ്രീകാന്ത് മുരളി 16-ാമത്തെ വയസ്സിൽ KG ജോർജിന്റെ സഹായിയായി തന്റെ കരിയർ ആരംഭിച്ചു. NG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയ
സിനിമയുടെ പ്രൊമോഷനാണ് പോയത്. ഇന്ന് രാവിലെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നിട്ട് ആണ് പോയത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെറിയ ഇതുപോലെ മീറ്റിങ്ങുണ്ട്. അതുപോലെയൊന്നും അല്ല ഈ ഇടം എന്ന അർത്ഥം ബോധിക്കുന്നുണ്ട്. സിനിമാ നടൻ എന്നാണ് അഭിസംബോധന എൻ്റെ സന്തോഷമാണ് എന്നെ കൂടെ ക്ഷണിച്ചതിൻ്റെ കാരണം സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുമ്പോഴും ഈ പോപ്പുലറിയുടെ പിന്നാലെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കാനായിട്ട് സജസ്റ്റ് ചെയ്ത് രാജീവനാണ്, ഗുരുസ്ഥാനീയനാണ്, ഗുരുവാണ്. അത് ഒരു കാരണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി അരങ്ങത്തേക്ക് പോകാൻ അരങ്ങേറുന്ന അന്ന് 3 അരങ്ങേറ്റങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൂടാതെ വിദ്യാഭ്യാസം കഥകളി നരകാസുരൂപത്തിനുള്ള കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിരിക്കാനിടയിൽ 13 വയസ്സുകാരനായിട്ട് ഞാൻ ഇരുന്നപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ചുട്ടിക്ക് സമയമായി നിന്നോട് കഴിഞ്ഞ് പോകും. അപ്പോൾ അദ്ദേഹം വേഷമെടുക്കാനുള്ള യാത്രയായിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് നാമം എഴുതിയത്. അതൊരു ആകസ്മികമായ സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ നിന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. പിന്നീട് കഥകളി പഠിക്കുന്ന ധാരാളം പേർക്കൊപ്പം ഒരാളായിട്ട് ചെറുള്ളിൽ 4 രാജീവേട്ടൻ്റെ കാലകേവസമാക്കുന്നൊക്കെ രാജീവേട്ടൻ ചൊല്ലിയപ്പോൾ തൊടുപുറയിൽ പോയി നിൽക്കാറുണ്ട്. എൻ്റെ വേഷം കണ്ടാൽ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയോടെ കണ്ടാൽ അസ്ഥിമാത്ര ജീവിതം വീട്ടുകാരെ വെള്ളത്തിപ്പാലാണ് ഞാൻ വിളിക്കാറ്. അപ്പോൾ കഥകളി വേഷം പഠിച്ച് ഒരു കഥകളിക്കാരൻ വേഷക്കാരനാണെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിന് ധാരാളം പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ആ കളി അഭ്യാസം സാധാരണ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവത്തിലാണ് ചെറുള്ള കുട്ടികളുടെ ഞങ്ങളുടെ കഥകളി പഠന കാലം. രാജനന്ദനുണ്ട്, ഏറെക്കുറെ ഒരു വേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദം അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് ഓർച്ചാൽ അപ്പോഴും രാജനെ വിളിച്ചിട്ടാണ് ചൊല്ലിയാണ്ട് ഉറപ്പിക്കുക. അപ്പോൾ ആ കാലത്ത് നമ്മളറിയാതെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടിയ ഈ ക്യാരക്ടർ പിന്നീട് സിനിമയിലേക്കും ഇത് ജീവനോപാധിയായിട്ട് മാറുന്ന സമയത്ത് ആണ് ഇതിൽ ക്യാരക്ടർ ആർട്ടിനെ കുറിച്ചും എപ്പിക്സും അല്ലെങ്കിൽ ലിറ്ററേച്ചറും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോഴാണ് അന്ന് നിർബന്ധമായി രാവിലെ നിലയ്ക്ക് ചിന്തി നല്ല ഉള്ളിൽ കൂടെ മഴ പെയ്യുന്ന കർമ്മത്തേക്കിന് കുത്തിവെച്ച് മഴ പെയ്യുമ്പോഴാണ് ഞങ്ങളെ ഒരു കോണവും ഒരു ക്യാരക്ടറിനെയും തോർത്തു കൊടുത്ത് ആയ രീതിയിൽ കടലിൽ നീ ഉരട്ടി സാധനം ജയിച്ചതിൻ്റെയും ഒക്കെ പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴും മനസ്സിലേക്കൊരു സന്തോഷം എന്ന് പറയുന്നത് കഥകളി കുറച്ചു കാലം പഠിക്കുകയും കുറച്ച് വേദികളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തതിന് കിട്ടിയ അംഗീകാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ക്യാപ്സൂൾ കഥകളി യൂത്ത് ഫെസ്റ്റിവലിലെ ക്യാപ്സൂൾ കഥകളി പോകാറുണ്ട്. അപ്പോൾ ഇതേ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിരവധി പറഞ്ഞത്. ഞാനും മായയൊക്കെ കൂടുതലായിട്ട് പുറപ്പാട് കിട്ടിയിട്ടുണ്ട് 3-4 കഥകൾ. അപ്പോൾ ആശാനെ പൂജപ്പുരിയിലുള്ള വീട്ടിൽ പോയി കാണാൻ പിന്നീട് അവസരം ഉണ്ടായി. TV ഫ്രാൻസ്, BBC, ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പോലുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ കേരളത്തിലേക്ക് വന്നാൽ അവർ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതെങ്കിലും അവർക്ക് കഥകളി പ്രധാനമാണ്. അപ്പോൾ സ്പൈസസിനെ കുറിച്ച് സ്പൈസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിലൊരു പ്രോജക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ടീം ഇവിടെ വന്നപ്പോൾ അവർക്ക് വേണം ക്യാപ്സൂൾ കഥകളി. അവരെവിടെ നിന്നും ബാലി സുഗ്രീവ യുദ്ധം ബാലിവധം ആ കഥയിലെ ആ ഒരു പോർഷൻ എവിടെ നിന്നും അതിൽ ഏതോ ഒരു സാഹിത്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമതിലും കൂടി അവർക്ക് വേണ്ടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശാന്മാരായിട്ടുള്ള പല ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ സ്നേഹത്തോടെ നിരസിച്ചു. കാരണം ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വേഷം കെട്ടി ഒരുങ്ങി നിൽക്കാൻ എന്ന് പറയുന്നത് പരിപാടിയാണെന്ന് നമുക്കറിയാം. എനിക്കും ഒട്ടൊക്കെ അതറിയാം. ഒടുവിൽ ആ 10-15 മിനിറ്റ് നേരത്തേക്ക് വേഷം കെട്ടി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കഥകളിൽ 2-3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ചോദിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു അത് തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്താ ചെയ്യേണ്ടത്, നെല്ലിയോടുള്ളവിടെ ഞാൻ വിളിച്ചു പറയാം, ഞാൻ നമ്പർ ഞാൻ തരാം. ഞാൻ അവസാനം പോയി ഏകദേശം 2-3 ദിവസം എനിക്ക് സുഗ്രീവൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാനങ്ങനെ ചുവന്നതാടി സുഗ്രീവൻ 2 വേഷം കിട്ടിയപ്പോൾ നെല്ലിയുടെ ഒരു 3-4 ദിവസം ഞാൻ രാവിലെ ഒരു 9:30 വന്ന് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ട്രെയിനിങ് ചാനൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ 1 മണി വരെ തിരിച്ചു വന്ന് പിന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വന്ന് 3-4 ദിവസം ആ ചാനലിനെ ചുവന്നാടി സുഗ്രീവൻ ചുടിയാടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില വൈബ്രേഷൻസ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ വിചാരിക്കുന്നു. ഗുരുക്കന്മാരായവരെ ഓർമ്മിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്കിപ്പോൾ ലിവിങ് പ്രസന്റ് പിന്നെ ഈറ്റവും ഒക്കെ ശീലമായിട്ടുള്ള കാലമാണ്. ഈ കാലത്തും പല പല പുതിയ രൂപത്തിലും ആണ് നമ്മൾ കഥകളി അടക്കമുള്ള കലകളെ കാണുന്നതും ആസ്വദിക്കുന്നതും. അപ്പോൾ അതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുമെന്ന് പറയുന്നത് വലിയ സന്തോഷം. 5ാമത്തെ വർഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടെ ക്ഷണിച്ചതിലുള്ള സന്തോഷം. കൂടെ ഇത് ഒരു ആസ്വാദന കളരിയും കഥകളി ആസ്വാദന കളരിയും കഥകളി പെർഫോമൻസും കൂടെയുള്ള ഒരു കൂട്ടായ്മയായിട്ട് തന്നെയാണ് തുടരുന്നത് ഞാൻ അറിയുന്നു. ഇത് വലിയ സന്തോഷം. അതായത് എൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചതിന് വലിയ സന്തോഷം. കഥകളിയെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് എന്തെങ്കിലും പറയാൻ ഞാൻ ആരെയെല്ലാം കൃത്യമായിട്ട് അറിയാം. പോപ്പുലറായിട്ടുള്ള ഏറ്റവും പോപ്പുലറായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ മാത്രമാണ് എന്നെ കരുതുന്നതെങ്കിൽ എനിക്ക് ആഗ്രഹം ഞാൻ 1-2 വേഷമെങ്കിലും വേദിയിൽ അവതരിപ്പിച്ച കഥകളിക്കാരനാണ് എന്ന് കൂടി ചേർത്ത് പറയുമ്പോഴാണ് എൻ്റെ സന്തോഷം എനിക്കാണ്. കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാവരെയും എൻ്റെ പ്രിയ നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേരും ഉടനെ തന്നെ ബഹുമാനപ്പെട്ട MLA DP അനിൽകുമാർ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അനുസ്മരണ സമ്മേളനം തുടരുന്നു. അടുത്തതായി നെല്ലിയോട് അനുസ്മരണത്തിന്റെ ഭാഗമായി ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ ഓർമ്മ എക്കാലവും നിലനിർത്തുന്നതിനായി നെല്ലിയോട് ആശാന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആടോപതാണ്ഡവം എന്ന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്തനായ കഥകളി കലാകാരൻ ശ്രീ തലവടി അരവിന്ദൻ ആശാന്റെ സദസ്സിന് പരിചയപ്പെടുത്തുന്നതിനുമായി കലാമണ്ഡലത്തിൽ ദീർഘകാല റിലേഷൻസ് ഓഫീസറായി പ്രവർത്തിച്ചതിന് ശേഷം ഡെപ്യൂട്ടി രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത കലാനിരൂപകനും എഴുത്തുകാരനും കേരളത്തിലെ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ പ്രത്യേകിച്ച് കഥകളി, കൂടിയാട്ടം എന്നിവയിൽ വൈദഗ്ധ്യവും അംഗീകൃത പ്രാവീണ്യവുമുള്ള ശ്രീ പി കലാധരൻ അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ NM കലപ്പൻ നമ്പൂതിരിപ്പാട്, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത ചലച്ചിത്രകാരൻ, കഥകളിയിൽ ഒരു നിലയ്ക്ക് പ്രയോക്താവുമായിട്ടുള്ള ശ്രീ ശ്രീകാന്ത് മരട്, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് പുരസ്കൃതനാവുന്ന വിഷയത്തെക്കുറിച്ച് എടുത്തു പറയാം. ശ്രീ തലവടി അരവിന്ദൻ, പ്രിയപ്പെട്ടവരെ, രാമനാട്ടം നമ്മൾ കണ്ടിട്ടില്ല. 17ാം നൂറ്റാണ്ടിൽ ഉദ്ഭവിച്ച രാമനാട്ടത്തിൽ കഥയായിരുന്നിരിക്കണം പ്രധാനം, കളി അതിന് താഴെയായി. പിൽക്കാലം കോട്ടയം തമ്പുരാൻ മഹാഭാരതത്തിൽ നിന്നുള്ള 4 ആട്ടക്കഥകളെ കൊണ്ടുവന്ന് രാമനാട്ടത്തെ കഥകളിയായി രൂപാന്തരപ്പെടുത്തിയപ്പോൾ കളി
പ്രമാണമായി. കഥ ഒരുപക്ഷെ അതിന് താഴെ. കോട്ടയം തമ്പുരാന്റെ കാലത്ത് അതിനുശേഷവും കഥകളിക്ക് പല പരിണാമങ്ങളും സംഭവിച്ചു. കടത്തനാടൻ കഴിഞ്ഞ് കല്ലടിക്കോടനം കഴിഞ്ഞ് അത് കല്ലുപിടിച്ചിട്ടയിലെത്തുമ്പോൾ കല്ലുപിടിച്ചിട്ടയുടെ അപ്പോസ്തലന്മാർ കഥയെയും കളിയെയും സംയോജിപ്പിച്ചുകൊണ്ട് കഥകളിയുടെ സൗന്ദര്യമണ്ഡലത്തെ കൂടുതൽ വികസ്വരമാക്കി. അങ്ങനെ കല്ലുപിടിച്ചിട്ട പ്രഫുല്ലമാക്കി തീർത്ത കഥകളി സംസ്കാരത്തിൽ പിൽക്കാലമുണ്ടായ വളരെ വിശിഷ്ടമായ ഒരു തരംഗം എന്നത് പട്ടിക്കാനുടി രാമചന്ദ്രന്റെ ശിഷ്യനായിരുന്ന വാഴങ്കട കുഞ്ചനായർ കൊണ്ടുവന്ന ഒരു കഥകളി വാണി, കളിയോളം അല്ലെങ്കിൽ കളിക്കപ്പുറം ഒരു പക്ഷേ പ്രധാനമാണ് കഥ. കഥാപാത്രം എന്ന ഒരു സിദ്ധാന്തത്തെ, ദർശനത്തെ തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ ശിഷ്യരുടെ പ്രവൃത്തിയിലൂടെയും അരങ്ങിൽ സാക്ഷാത്കരിച്ച മഹാനുഭാവനായിരുന്നു വാഴക്കട കുഞ്ചനായർ. വാഴക്കട കുഞ്ചനായരുടെ ശിഷ്യ സഞ്ചയത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തെ മിക്കവാറും സമഗ്രമായി പിന്തുടർന്ന രണ്ട് കലാകാരന്മാർ, രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പമില്ല. കോട്ടക്കൽ ശിവരാമൻ, നെല്ലിയോട് വാസുദേവൻ. അപ്പോൾ നിങ്ങൾ വാസുകൃഷ്ണനെ പറ്റി ചോദിച്ചേക്കാം. വാസുകൃഷ്ണൻ മുഴുവനായും കുഞ്ചനായരുടെ സമ്പ്രദായത്തിൽ ഒതുങ്ങി നിന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വലിയൊരു വെല്ലുവിളിയാണ്. വിശേഷിച്ച് പച്ച, കത്തി, മിനുക്ക് വേഷങ്ങൾ ധാരാളമായി കൈകാര്യം ചെയ്യുന്ന കഥകളിയിലെ പട്ടിക്കാതുടി ചിട്ടയുടെ നേർവഴിക്കാരായ ആ നേർരേഖയിലൂടെ വരുന്ന അതിപ്രഗത്ഭരായ കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ ആ അംഗീകാരത്തിന്, അല്ലെങ്കിൽ കിട്ടേണ്ട അംഗീകാരത്തിന് ഇത് മാത്രം പോരാ എന്നൊരു ബോധ്യം വാസുകൃഷ്ണനെ സൂക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഏതായാലും നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം, കോട്ടക്കൽ ശിവരാമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഥകളി ദർശനത്തിൽ അംഗീയായി തീർന്നത് കഥാപാത്രത്തിൽ അഗാധമായി സമഗ്രമായി വിശ്വസിക്കുക എന്നതാണ്. അങ്ങനെ കഥാപാത്രത്തെ ആട്ടക്കഥാകാരന്റെ ഭാവനയ്ക്കനുസൃതമായി, അല്ലെങ്കിൽ കവിഹൃദയം പറഞ്ഞ് പാത്രാവതരണം എന്ന ഗുരുനാഥന്റെ ദർശനത്തെ അക്ഷരപ്രതി പിന്തുടരുക എന്ന കർത്തവ്യം ഭക്തി നിർവിശേഷത്തോടെ ഏറ്റെടുത്ത ഒരു പുരുഷായുസ് മുഴുവൻ കഥകളിക്കായി സമർപ്പിച്ച ചേതസായിരുന്നു നെല്ലിയോട് വാസുദേവൻ. അദ്ദേഹത്തിന് ഏറ്റവും അധികം മോഹമുണ്ടായിരുന്നത് അധ്യവസാന പച്ചവേഷങ്ങൾ, പ്രതിനായക വേഷങ്ങളും അരങ്ങിൽ കെട്ടി ഭരിപ്പിക്കുക എന്നതാണ്. പക്ഷേ വിധി അദ്ദേഹത്തിന് നൽകിയത് താടി വേഷം. കഥകളിയിലെ താമസമൂർത്തികളെ അരങ്ങിൽ ഉജ്ജ്വലമാക്കാനുള്ള ഒരു ദൗത്യമാണ് കാലം, വിധി അദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകിയത്. അത് പൂർണ്ണ സംതൃപ്തിയോടെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഏറ്റെടുത്തതായി എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ പിൽക്കാലം ഞാൻ പല സന്ദർഭങ്ങളിൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നാടകം കെട്ടണം,
കീചകൻ കെട്ടണം, രാവണൻ കെട്ടണം, അർജുനൻ കെട്ടണം, അങ്ങനെയൊക്കെയായിരുന്നു മോഹം. ധർമ്മോത്തരൻ കെട്ടണം, അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട് മോഹം. പക്ഷെ എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടിയത് ഇതാണ്. പക്ഷെ അപ്പൊ ഞാൻ അത് പരിപൂർണമായി ഏറ്റവും അധികം ഉത്തരവാദിത്വത്തോടുകൂടി ഭക്തിയോടുകൂടി ഈ വേഷങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഞാൻ ഇന്നോട് അനുഷ്ഠിച്ചു പോകുന്നത് എന്ന അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നമുക്കറിയാം. ആ നെല്ലിയോട് വാസുദേവ നമ്പൂതിരി എന്ന വ്യക്തി വളരെ സാത്വികനായ ഒരാൾ, സൗമ്യമായി സ്നേഹനിർഭരമായി ജ്ഞാനസമൃദ്ധിയോടെ ആരുമായും സംവേദിക്കുന്ന അസാധാരണ ചൈതന്യമുള്ള ഒരു മനസ്സ്. ഇത്ര സാത്വികനായ ഈ വ്യക്തിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം തിന്മയുടെ സാക്ഷാത്കാരം, തിന്മയെ അതിൻ്റെ ഏറ്റവും പ്രചണ്ഡമായ അവസ്ഥയിൽ സഫലമാക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കും. മറ്റ് പ്രഗത്ഭരായ വേഷക്കാരുമായി തട്ടിച്ചു നോക്കിയാൽ ഇപ്പൊ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അദ്ദേഹം കെട്ടിയിരുന്ന വേഷങ്ങൾ പലപ്പോഴും പ്രതിനായക വേഷങ്ങൾ, പരശുരാമൻ അടക്കമുള്ള പരശുരാമൻ ഉൾപ്പെടെയുള്ള മറ്റു വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം നിരന്തരം കൈയാടിയിരുന്നത് രാവണൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ തുടങ്ങിയ ഉദ്ധത കഥാപാത്രങ്ങൾ. കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന വ്യക്തിയിൽ നിന്ന് രാവണൻ എന്ന കഥാപാത്രത്തിലേക്കുള്ള അകലം എത്ര കുറവ്. കലാമണ്ഡലം ഗോപി എന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹം അനശ്വരമാക്കിയ രൗദ്രഭീമനിലേക്കുള്ള അകലം എത്ര കുറവ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു. നേരെ മറിച്ച് വെല്ലുവിളിലാവട്ടെ, ആ വ്യക്തി അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി എത്ര അകലത്തിലാണ്, എന്തൊരു വൈരുദ്ധ്യമാണ് അരങ്ങിൽ പിന്നിലെ നെല്ലിയോടും അരങ്ങിൽ പെരുമാറിയ നെല്ലിയോടും. അദ്ദേഹത്തിന്റെ ഓരോരോ വേഷം ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരും. നാടിവേഷക്കാരെ സംബന്ധിക്കുന്ന സാമ്പ്രദായികമായ പ്രമാണങ്ങളിൽ നിന്ന് കുതറി മാറാൻ അസാധാരണമായ ഒരു മനഃശക്തി പ്രകടിപ്പിച്ച കലാകാരൻ കൂടിയായിരുന്നു. താഴ്വേഷക്കാരെ പറ്റി പറയും, നമ്മുടെ സമൂഹത്തിൽ സാമാന്യ നിലയ്ക്ക് കാണുന്ന ഒരു ഫ്യൂഡൽ സമൂഹത്തിലൊക്കെ കണ്ടിരുന്ന ശ്രേണീകരണം, ആ ശ്രേണീകരണത്തിന്റെ ഒരു സ്വഭാവം ആ സമൂഹത്തിൽ നിന്ന് സാക്ഷീകരിച്ചതാവാം കഥകളിയിൽ നമുക്ക് കാണാം. പച്ച സർവപ്രധാനമായി വരുന്നു, പിന്നീട് രണ്ടാമത്തെ കഥയിൽ കത്തിവേഷം വരുന്നു, പിന്നെ താടിവേഷം. ഇങ്ങനെ അതിനൊക്കെ ഒരു വിവേചനം കൃത്യമായി കടന്നു വരുന്നു. അങ്ങനെ ആ വിവേചനം വരുന്നതിന്റെ പിന്നിൽ ധാരാളം വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങൾ. താടിവേഷത്തെ സംബന്ധിച്ചിടത്തോളം ആക്കം, ഊക്ക്, നോക്ക്, അർച്ച, ഇതാണ് പരമ്പരാഗതമായി താടിവേഷക്കാരെ നിർണയിച്ചത്. ഈ 4 ഘടകങ്ങളെ എടുത്താലും ഒരുപക്ഷെ നോക്ക് എന്നതിൽ ഒഴിച്ച് ബാക്കിയുള്ളതിനൊന്നും നെല്ലിയോട് അദ്വിതീയനായി. താൻ ആരാണ്, താൻ എന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ പരിമിതികൾ അറിയുമ്പോൾ തന്നെ കഥകളിയിലെ താടിവേഷങ്ങളുടെ സ്ഥലപരമായ അതിൻ്റെ ഒരളവിനെ വിപുലീകരിക്കാനായി നെല്ലിയോടാണ് ഒരുപക്ഷെ ആദ്യമായി തന്നെ പരിശ്രമിച്ചത്, അതിൽ വിജയിച്ചത്. ഞാൻ മുൻപിരിക്കൽ അല്ലെങ്കിൽ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നെല്ലിയോടിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം പറയാറുള്ളത് പോലെ
ജ്ഞാനസ്നാനം ചെയ്യിച്ചു. അങ്ങനെ അദ്ദേഹം കൈയാടിയിരുന്ന ഏത് കഥാപാത്രം, ആ കഥാപാത്രങ്ങളുടെ താടിവേഷങ്ങൾക്ക് സാമ്പ്രദായികമായി അനുവദിച്ചിട്ടുള്ള സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികളെ തന്റെ ധിഷണ കൊണ്ട്, തന്റെ ഭാവന കൊണ്ട്, തന്റെ വികാര വിചാരങ്ങളിലെ വിശേഷങ്ങൾ കൊണ്ട് ഉല്ലംഘിച്ച 20-ാം നൂറ്റാണ്ടിലെ അതിവിശിഷ്ടമായ ഒരു വാണിയുടെ സൃഷ്ടാവായി വലിയുടെ ചരിത്രത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. കലി നളേന്ദ്രൻ 2-ാം ദിവസത്തിൽ അന്നോളം നമ്മൾ പരിചയിച്ചിട്ടില്ലാത്തൊരു കലിയെ നെല്ലിയോട് നമുക്ക് കാണിച്ചു. കലിയുടെ ആട്ടങ്ങളിലൊക്കെ കാണുന്ന കലി എന്ന കഥാപാത്രം കാമക്രോധ ലോഭ മോഹ സൈന്യത്തോടുകൂടി നളനെയും ദമയന്തിയെയും തിരിക്കാനായി, അവരെ വേർപെടുത്താനായി തീരുമാനിച്ചുറച്ച് ദ്വാപരനോടൊപ്പം പുറപ്പെടുന്ന കലിയുടെ ആ ദൗത്യം സഫലമാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെ, ആ കാലസംക്രമണത്തെ അടയാളപ്പെടുത്താൻ അദ്ദേഹം കൂടിയാട്ടത്തിന് ബാല്യവധത്തിന് സുഗ്രീവന്റെ ഒരു ആകത്തെയാണ് സംശീകരിച്ചത്. അതിലെ ഋതുഭേദങ്ങളെ നെല്ലിയോട് കലിയുടെ ആട്ടത്തിലേക്ക് കൊണ്ടുവന്നു. വസന്തവും ശിശിരവും ഗ്രീഷ്മവും ഒക്കെ തൻ്റെ അംഗോപാംഗ പ്രത്യംഗങ്ങളിലൂടെ ഇത് മുഴുവൻ ഈ കാലാവസ്ഥകളുടെ, ഈ കാലസംക്രമണങ്ങളെ മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കുക മാത്രമല്ല, പ്രേക്ഷകരിലേക്ക് അത് സംവേദനം ചെയ്യുന്നതിനും തീവ്രമായി സംവേദനം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വേഷത്തിലുമുള്ള മനോധർമ്മത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനാവും. പക്ഷെ ഞാൻ സമയപരിമിതിയോട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ പുഷ്കരനെ ചെന്ന് കലിയും ദ്വാപരൻ കാണുന്ന സന്ദർഭത്തിൽ വളരെ ദുഃഖിതനായ നൈരാശ്യത്തോടു കൂടിയുള്ള പുഷ്കരന്റെ പദം അരികിൽ വന്നു നിന്നത് ആരെന്ന് അറിയുന്നത്, നമുക്കില്ല നാടും നഗരവും അമിത്രവീരന്മാരെ അവർക്കും പടയും. ഇങ്ങനെ വളരെ വളരെ നിരാശാഭരിതനായി നിൽക്കുന്ന പുഷ്കരൻ, എനിക്ക് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, ഞാൻ ക്ഷത്രിയനാണ് എന്ന് പറയുമ്പോൾ നെല്ലിയോട് കലിയൻ അതില്ലേ ക്ഷത്രിയനല്ലേ, ബാക്കിയാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനോധർമ്മങ്ങൾ ഓരോന്നും അരങ്ങി പുരോഗമിച്ചത്. അദ്ദേഹത്തിന്റെ വിപുലമായ പുരാണപരിചയം, കഥാപാത്ര വിജ്ഞാനം, യുക്തിസഹമായ ആഖ്യാനങ്ങൾ, അത് എല്ലാറ്റിലും ഇപ്പൊ ദുശാസനമൊക്കെ എത്രയോ കാലങ്ങളായി എത്രയോ വലിയ വലിയ വേഷക്കാർ വെച്ചുകൊള്ളാമുള്ള അടക്കമുള്ള പ്രഗത്ഭമതികൾ കെട്ടിവന്ന വേഷങ്ങളാണ് ഈ ദുശാസനമൊക്കെ. ആ ദുശാസനത്തിന്റെ അവസാനത്തിനകത്ത് കുരുക്ഷേത്ര യുദ്ധത്തില് കുരുക്ഷേത്രം വർണ്ണിക്കുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടനാരായണന്റെ പ്രഗത്ഭമായ ശ്ലോകത്തെ ദൃശ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. കഴുകൽ അടക്കമുള്ള പക്ഷികളെല്ലാം പറക്കുന്ന ശവങ്ങൾ തിങ്ങി നിറഞ്ഞ കുരുക്ഷേത്രത്തിന്റെ ഭയാനക രൂപം നെല്ലിയോട് തന്റെ അംഗോപാംഗ പ്രത്യേകങ്ങളിലൂടെ അരങ്ങിൽ വരച്ചു. അദ്ദേഹം കുചേലൻ എന്ന വേഷം കെട്ടിയപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ വ്യക്തി എന്ന നിലയിലുള്ള സ്വഭാവവുമായി അദ്ദേഹം കൂടുതൽ യോജിച്ചത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കുചേലനിൽ നെല്ലിയോടെ നടനിൽ, നെല്ലിയോടെ നടനല്ല, നെല്ലിയോടെ ഒരു ജീവിതം തന്നെ അദ്ദേഹം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് കുചേലൻ ആയി ചെയ്യുന്നത്. മറ്റെല്ലാ വേഷങ്ങളും അദ്ദേഹം കിട്ടിയത്. നക്കരതുമ്പി
നക്കറുണ്ടി ജയന്തനോടുള്ള കാമാതുരതയുടെ ഒരു തീക്ഷ്ണത, ആ ചിരി, കാമഭരിതമായ അദ്ദേഹത്തിന്റെ ആ ചിരിയും അതൊക്കെ എത്ര കണ്ടാലാണ് നോക്കിയാവും. ഏത് ആട്ടമായാലും അത് യുക്തിക്ക് നിരക്കുന്നതാവണം, അത് കഥാപാത്രത്തിന്റെ സ്ഥായി സഞ്ചാരികളെ തുടിപ്പിക്കുന്നതാവണം, അതിൽ അനൗചിത്യം കടന്നു വരാൻ പാടില്ല, ഇതര കഥാപാത്രങ്ങളെ പ്രലോഭിപ്പിക്കുന്ന, അവരെ പ്രകൃതമാക്കുന്ന യാതൊന്നും തന്റെ പ്രവൃത്തിയിലൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു നിഷ്കർഷണം, ധൈഷണികമായ ഒരു ഔന്നത്യം, സ്വന്തം രാക്ഷസന്മാർക്ക് ബുദ്ധിയില്ല എന്നൊരു സങ്കല്പത്തിലാണ് കഥകളിയുടെ പ്രാകൃതമായ ഘടന നിലനിൽക്കുന്നത്. ആ ഒരു സങ്കല്പത്തിൽ നിന്ന്, ആ ഒരു മിഥ്യാധാരണയിൽ നിന്ന് അതിനെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് കഥകളിയിലെ ആസുര കഥാപാത്രങ്ങൾക്ക് നിവർന്നു നിൽക്കാനുള്ള ഇടവും ധൈഷണികമായ പ്രഭാവവും ജ്ഞാന സൗന്ദര്യവും സമ്മാനിച്ച, ഇതര വേഷങ്ങളോടൊപ്പം രാവണനെ പോലെ, കീചകനെ പോലെ, അർജുനനെ പോലെ, യുധിഷ്ഠിരനെ പോലെ ഒക്കെ നമുക്ക് ആദരിക്കാൻ പറ്റുന്ന പല അംശങ്ങളെയും ഈ താടിവേഷത്തിലൂടെ ഫലിപ്പിക്കാനാവും എന്ന് കാണികളെ കൊണ്ട് സമ്മതിപ്പിച്ച, തലകുലുക്കി സമ്മതിപ്പിച്ച ഒരു മഹാനുഭാവന്റെ വിയോഗമാണ് ഈ 4-ാം വർഷം ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന ആടോപ താണ്ഡവം എന്ന സംസ്കൃതത്തോട് വലിയ ആസക്തി ഉണ്ടായിരുന്ന ആളാണ് നെല്ലിവടം. അദ്ദേഹമാണ് എന്നെ സുഗതകുമാരിയും വിശ്വനാരായണ നമ്പൂതിരിയൊക്കെ പരിചയപ്പെടുത്തിയത്. അവരൊക്കെയായിട്ട് അദ്ദേഹം സമസ്കന്ധനായി നിലകൊണ്ട ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഉള്ള അരങ്ങിനെ തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടും തന്നെയുള്ള സിദ്ധികളെ ഏറ്റവും അധികം പ്രോജ്വലിപ്പിച്ചുകൊണ്ടും പരിമിതികളെ കഴിവുകളായി പരിവർത്തിപ്പിച്ചുകൊണ്ടും നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇന്ന് ഇവിടെ ലഭിക്കുന്നത് തലവടി അരവിന്ദനാണ്. അരവിന്ദൻ്റെ അലർച്ചകളിലൊന്നും ആ തീക്ഷ്ണതയും ഗൗരവവും നെല്ലിയോട് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നെല്ലിയോട് വാസവൻ നമ്പൂതിരി എന്ന സാധാരണനായ ആ നാട്യ രത്നം അരങ്ങിൽ കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കാരങ്ങളെ, പുതിയ ആട്ടങ്ങളെ, പുതിയ മനോഭാവങ്ങളെ ഒക്കെ ഉൾക്കൊള്ളാൻ കെൽപ്പും കൊണ്ടു നടക്കാൻ ശേഷി ഉള്ള പ്രഗത്ഭമതിയായ താടിവേഷക്കാരനാണ് തലവടി അരവിന്ദൻ. അദ്ദേഹം തെക്കൻ കഥകളി സമ്പ്രദായത്തിൽ നമുക്കറിയാം, ചെമ്പകുളത്തിൻ്റെ തിരോധാനത്തോടുകൂടി വലിയ വലിയ വേഷക്കാരൻ മിക്കവാറും അസ്തമിച്ചു താടിവേഷത്തെ സംബന്ധിച്ചിടത്തോളം. തലവടി അരവിന്ദൻ ആ പാരമ്പര്യം വളരെ സൂക്ഷ്മമായി സുശക്തമായി കൊണ്ടു നടന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, സുഗ്രീവൻ, ഇതര വേഷങ്ങളെല്ലാം സഹകരെ ഓർക്കുന്നുണ്ട്. വള്ളനാട്ടിലേക്ക് ഇങ്ങനെ അദ്ദേഹം സാധാരണ വരാറുണ്ടെങ്കിൽ ദക്ഷിണ കേരളത്തിൽ വളരെ പ്രസിദ്ധനാണ്. കലാമണ്ഡലത്തിൽ നിന്ന് വന്ന വേഷക്കാർ താടിവേഷങ്ങളെ ഹൈജാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ണിത്താൻ അടക്കമുള്ളവർ, ഒരു ദേവദാസ് വന്നു. അതിനൊക്കെ ശേഷമാണ് ഈ കഥകളിയുടെ താടിവേഷങ്ങൾ തെക്കൻ കഥകളി സമ്പ്രദായത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞു പോയത്. എങ്കിലും അദ്ദേഹം അതിൻ്റെ ഒരു സൗന്ദര്യത്തെ ഇപ്പോഴും സാക്ഷാത്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയത് സമർത്ഥമാണ്. നെല്ലിയോടിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു, അദ്ദേഹത്തെ ഹൃദയംഗമമായി അനുമോദിക്കുന്നു. ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. സമയത്ത് കുറവുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. നെല്ലിയോട് അനുസ്മരണം 2025 ഈ യോഗത്തിൽ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ സാംസ്കാരിക മന്ത്രിയും 4 നൂറ്റാണ്ടുകാലമായി വണ്ടൂരിന്റെ സമസ്ത മേഖലകളിലും സജീവ സാന്നിധ്യവും അതിലെല്ലാം ഉപരിയായി കഴിഞ്ഞ 3 വർഷവും നെല്ലിയോട് അനുസ്മരണ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത വണ്ടൂരിന്റെ ജനപ്രിയ നായകൻ ബഹുമാനപ്പെട്ട MLA ശ്രീ KP അനിൽകുമാർ അവരെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ഏറെ ബഹുമാനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ
ഏറെ പ്രിയങ്കരനായ മലയാളികൾക്ക് സുപരിചിതനായ സിനിമാ താരം കൂടിയായ വേദിയിലുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ശ്രീ കലാധരൻ, വേദിയിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും മനസ്സിലാക്കി പ്രിയപ്പെട്ട ശ്രീമതി മായ നെല്ലിയോ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ഉച്ചയായ സ്നേഹമായ സഹോദരി, വളരെ വൈകിയാണ് എത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ പോവുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സാന്നിധ്യം അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് നിൽക്കുന്നത്. അല്പം തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് പ്രോഗ്രാമുകൾ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നദിയുടെ അനുസ്മരണത്തിൽ ഒരു സാന്നിധ്യമാവുക എന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി കാണുന്നത് തന്നെ ഞാൻ ആ സാന്നിധ്യത്തിന് വേണ്ടി എത്തിയതാണ്. മറ്റു കാര്യങ്ങളിലൊന്നും കടന്നു പോകുന്നില്ല. നദിയോടിനെ കുറിച്ചുള്ള വാക്കുകൾ വളരെ ഏറ്റവും ഉചിതമായ വാക്കുകൾ ചേർത്ത് വെച്ചാണ് പ്രിയപ്പെട്ട ശ്രീ കലാധരൻ ഇവിടെ വിശേഷിപ്പിച്ചതും വിവരിച്ചതും. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം, കഥാപാത്രങ്ങളുടെ വ്യത്യാസം ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ ലാളിത്യം, ആ ലാളിത്യത്തിനോട് ചേർന്ന ഏറ്റവും വലിയ വേഷമായി വിജയ വേഷത്തെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് ചേരാത്ത വേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ അതിമനോഹരമായി തന്നെ എല്ലാ ഭാവവും ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥകളി നടൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യങ്ങളും കഴിവ്, പ്രാഗൽഭ്യത്തെ കുറിച്ച് വിശദീകരിക്കും. അദ്ദേഹം വണ്ടൂരിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വണ്ടൂരിൻ്റെ അഭിമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അനുസ്മരണം, ഇതിലൂടെ ബന്ധപ്പെട്ട അനുസ്മരണ യോഗങ്ങളും സമ്മേളനങ്ങളൊക്കെ തന്നെ കഥകളി എന്നുള്ള കലാരൂപത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നാണ്. കഥകളി നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാവുന്നു. രാജ്യം അറിയപ്പെടുന്ന കേരളത്തിൻ്റെ കലാരൂപം എന്ന് പറയുന്നത് കഥകളിയാണ്. നമുക്കാർക്കും തർക്കമില്ല. അത് നമ്മുടെ രാജ്യത്തിനപ്പുറത്ത് അറിയപ്പെടുന്ന നമ്മുടെ നാടിൻ്റെ കലാരൂപമാണ്. പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കഥകളിയെ പോലുള്ള കലാരൂപത്തെ കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള കഥകളിയിലെ പരിഷ്കരണം അനിവാര്യമായ ഒന്നാണ്. കാരണം നമ്മളെല്ലാവരും പഴയ കാലത്തെ പോലെയല്ല, എല്ലാവരും തിരക്കുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ കഥകളി എന്ന കലാരൂപത്തിന് കാലത്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ ശ്രീകാന്ത് പള്ളിയുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇന്ന് കഥകളി വിധേയമാകുന്നു. പുതിയ ചെറുപ്പക്കാരെന്ന് കഥകളി രംഗത്തേക്ക് കടന്നു വരുന്നു. ഈ കലാരൂപത്തെ നിലനിർത്തുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ആവശ്യമായ പരിഷ്കരണം നടത്തുന്നതിലൊക്കെ നല്ലൊരു വിഭാഗം ആളുകൾ ഇന്ന് സജീവമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. അതല്ലെങ്കിൽ നമുക്ക് കാലം പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ, നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പല കലാരൂപങ്ങളും കാലം മുന്നോട്ട് പോകുമ്പോൾ ആ കാലത്തിൻ്റെ മറവിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. കാലത്തിനൊപ്പം കാലത്തിന് മുന്നേയും കലാരൂപങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ആ കലാരൂപങ്ങൾക്ക് വേണ്ട പരിലാളന, വേണ്ട രീതിയിലുള്ള ഒരു നോക്കിക്കാണുവാനുള്ള ഒരു താല്പര്യം ആ കാലഘട്ടത്തിലെ സമൂഹത്തിനും ജനങ്ങൾക്ക് ഉണ്ടാവണം. തീർച്ചയായും ആ രീതി ഇന്ന് കഥകളി ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ മേഖലയിലുമുള്ള പുതിയ ചെറുപ്പക്കാർ കൂടി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ കണ്ട് സംസാരിക്കുന്നില്ല. നെല്ലിയോട് നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയ കഥകളി രംഗത്ത് നൽകിയ സംഭാവനകൾ ഏറ്റവും മഹത്തരമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അദ്ദേഹം നമ്മോടൊപ്പമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇന്ന് കഥകളി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. കഥകളി എന്ന് പറയുന്ന കലാരൂപം ഉള്ളിടത്തോളം കാലം നെല്ലിയോട് പ്രസിഡന്റ് നമ്പൂതിരിയുടെ കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇവിടുത്തെ വണ്ടൂരിൽ ഈ അനുസ്മരണം ഏറ്റവും നല്ല രീതിയിൽ വർഷം തോറും, അതൊന്നും 2 വർഷം
പിന്നിടുന്നു. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഓരോ വർഷം കഴിയുന്നതോറും ഏറ്റവും നല്ല രീതിയിൽ ഈ അനുസ്മരണം സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായി കാണുകയാണ്. അതിന് നേതൃത്വം നൽകിയ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയിട്ടുള്ള ആണവതാണ്ഡവം പുരസ്കാര സമർപ്പണമാണ് അടുത്തതായി നടക്കുന്നത്. നെല്ലിയോട് അനുസ്മരണം 2025 ആണവതാണ്ഡവം പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത കഥകളി കലാകാരൻ ശ്രീ തലവടി അരവിന്ദനാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക്. 1944 മാർച്ച് 23 തലവടി കൊപ്പാല വീട്ടിൽ കേശവ പണിക്കരുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു. തലവടി പാച്ചുപിള്ള ആശാന്റെ കീഴിൽ കഥകളി അഭ്യസനം നടത്തി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം തൃപ്പൂണിത്തുറ ആർഎൽവി ഫൈൻ ആർട്സ് സ്കൂളിൽ ഉപരിപഠനം നടത്തി. പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ, ശ്രീ കലാമണ്ഡലം കരുണാകരൻ നായർ എന്നിവരുടെ കീഴിൽ കഥകളി അഭ്യസിച്ച അദ്ദേഹം ആർഎൽവിയിൽ 6 വർഷത്തെ പഠനത്തിൽ കഥകളിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും സ്കോളർഷിപ്പോടെ പാസ്സായ ശേഷം അരങ്ങിൽ സജീവമായി. ഗുരു ചെങ്ങന്നൂർ അവാർഡ്, പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക അവാർഡ്, വാരണാസി പുരസ്കാരം, കോട്ടയം കളിയരങ്ങ് പുരസ്കാരം, MKK നായർ സ്മാരക പുരസ്കാരം, കൊട്ടാരക്കര തമ്പുരാൻ അവാർഡ്, കേരള നാട്യധർമ്മി അവാർഡ്, ചെന്നിത്തല ചെല്ലപ്പൻ പിള്ള സ്മാരക അവാർഡ്, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകൾ, പന്തളം കേരളവർമ്മ സ്മാരക അവാർഡ് എന്നിങ്ങനെ 70ഓളം അവാർഡുകൾ നേടിയിട്ടുണ്ട്. നിത്യേന എന്നോണം കഥകളി നടക്കുന്ന തിരുവല്ല ശ്രീ വല്ലഭാ ക്ഷേത്രത്തിന്റെ സമീപം ഭാര്യ വസന്തകുമാരി, മക്കൾ രശ്മി, രമ്യ എന്നിവർക്കൊപ്പം താമസം. നെല്ലിയോട് അനുസ്മരണം 2025 പുരസ്കാര സമർപ്പണം നടത്തുന്നതിനായി ശ്രീ ശ്രീകാന്ത് മുരളിയെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ തലവടി അരവിന്ദനെയും സാദരം ക്ഷണിച്ചുകൊള്ളും. Thank you, sir. Thank you, sir. നെല്ലിയോട് അനുസ്മരണം 2025 ആടവതാണ്ഡവം പുരസ്കൃതനായ ശ്രീ തലവടി അരവിന്ദൻ അവരുടെ മറുപടി ഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളും. സർവേശ്വരനായ എൻ്റെ എല്ലാമായ ബഹുമാന്യനായ അറിവിൻ്റെ നിറവുമായിരിക്കും നെല്ലിയോട് ഒരു മനസ്സിൽ തിരുമേനി എല്ലാവർക്കും കണ്ടാലും എന്നെ വലിയ സന്തോഷമാണ്. തിരുമേനി ആദ്യമാണെങ്കിൽ ഞാൻ 2ാമതാണെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ സംസാരം പറയാൻ പോകാൻ അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെല്ലാം ഞാൻ കാണും. ആ ആട്ടങ്ങളാണ് ഞാൻ മികവാറും വായിക്കും, ഉള്ളിലും എതിർത്തും എല്ലാം കാണിക്കാൻ അവർക്ക് ആട്ടങ്ങളാണ് ഞാനെല്ലാം കണ്ടു. ഞാൻ രാജവശക്കാരനായ ആവശ്യമായിട്ട് തിരുവനന്തപുരം എന്ന സ്ഥലത്ത് ഒരു നിരോധനമാണ്. പള്ളിപ്പുറാസ്ഥാനത്തെ നിരോധനം, ചമ്പപ്പുറാസ്ഥാനത്തെ വിശാഖം അങ്ങനെ തീരുമാനിച്ചു. സന്ധ്യയായപ്പോൾ എഴുതുമ്പോൾ ഒരാൾ വന്ന് ചമ്പപ്പുറാസ്ഥാനം വരികയാണ്. അന്ന് എൻ്റെ സമിതിയാണ് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും അവിടെ കൂടുതലും ടൈമുള്ളതാണ്. ഇയാളെ കൊണ്ട് നമുക്ക് നോക്കിച്ചാൽ വിശ്വാസം അതിൻ്റെ നമ്മുടെ കമ്മിറ്റിക്ക് അവരുടെ കാര്യം എല്ലാവരുടെയും ധൈര്യത്തിൽ ഞാനൊന്ന് വിശ്വാസമാണ്.
തെക്കൻ തിരുവാങ്കൂർ മുഴുവൻ സക്കല ക്ഷേത്രം ഇങ്ങോട്ട് ഞാൻ പയ്യന്നൂര് കോട്ടയത്ത് ഇങ്ങനെ കോട്ടയത്ത് പയ്യന്നൂർ ഒരു സമയത്ത് തന്നെ സ്വാമിജി വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് പഴയ സൗകര്യം നമ്മുടെ ചക്ര സമ്പ്രദായത്തിൽ വേഷത്തിൽ വ്യത്യാസം ഞങ്ങളെ ആ സൗകര്യം വെച്ച് വെള്ളമയ തീർക്കുക വെള്ളം കൊണ്ടുപോയ സമുദായത്തിൽ സൗകര്യം വെച്ചു സ്വാമിജി ഇതാണ് ഞങ്ങളുടെ സൗകര്യം. പിന്നെ എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ മഹാരാജന്മാരുടെ കൂടെ എല്ലാം വേഷത്തിലാണ്. കേസനെ കണ്ടിട്ടില്ല. ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഒരു പ്രാവശ്യം ചാത്തുണ്ണി പൊളിക്കരാശാൻ ഇങ്ങോട്ട് അധികം വരാറില്ലായിരുന്നു. ഒരു സമയത്ത് ഒരു 2 കൊല്ലം ഇങ്ങനെ ലീവിൽ വരും. തെക്കൻ തിരുവനന്തപുരത്ത് CTR കൊല്ലം തൊട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസാദപ്രകാരം എല്ലാം അദ്ദേഹത്തിൻ്റെ അനിമാൻ എൻ്റെ ലങ്കാലത്തിൽ ബ്രഹ്മാരാശാൻ്റെ കല്യാണം അങ്ങനെ തകഴിയിൽ അദ്ദേഹത്തിൻ്റെ കൗതുരവും എൻ്റെ ഉത്സവം അത് ഞാൻ പേടിച്ചു. അഭ്യാസം ഇത് കഴിഞ്ഞപ്പോൾ കുട്ടിയോട് ആവശ്യം നമുക്ക് 6 ലക്ഷമാരാണ്. ഇതൊന്നും ചെയ്തിട്ട് പിന്നെ മണവൂര് ഒരു സ്ഥലം ഒരു ജീവൻ എൻ്റെ വളരെ അതൊക്കെ ഒട്ടും പിടിച്ചില്ല. അണിയരെ വളരെ തുടങ്ങും. എന്താ നമുക്ക് വളരെ വളരെ എന്തോ ഉത്തരവാദിത്വം ജീവനെ കൊല്ലുക. എനിക്ക് തോന്നിയില്ല. ഞാൻ പേടിച്ചില്ല. പല ഞാൻ വയ്യ വെച്ചു. ജീവൻ പിന്നെ ജീവനെ കൊണ്ടിരിക്കണം അങ്ങനെ വേണം എന്നത് ഉപദേശം കേൾക്കുമ്പോൾ അങ്ങനെ ശ്രീവല്ലവൻ്റെ നാമത്തിൽ ശ്രീവല്ലവൻ്റെ അനുഗ്രഹം തിരുനാമമായ എനിക്ക് വലിയ ബഹുമാനിക്കണം. വലിയ ബഹുമാനിച്ച അവാർഡ് വലിയ ബഹുമാനമാണ് ഇതിനെ. അതിൻ്റെ സ്വഭാവം 3 മണിക്ക് വെളുപ്പാന്മാർക്ക് ഓരോ മഴ വേഷം കഴിച്ചു വന്ന വിളക്കിലേക്ക് നമ്മൾ തിരുവേദിയിൽ പണിയും വരികയുള്ളൂ. ഇത് നമ്മുടെ വരുമോ? ആ 3 മണിക്ക് കുറിച്ച് നാമം ചോദിച്ച് തിരുവല്ലാരും നാമം ചോദിച്ച് എല്ലാം കൊണ്ട് എനിക്ക് തീരുമാനിച്ചത് ഞാൻ ഇതിൻ്റെ ഭാരവാഹിയോട് ഈ കൂടിയിരിക്കുന്നു എല്ലാവരോടും എന്നും കടന്നു കഴിയുന്നു. ഇത് മേൽക്കുമേൽ വലിയ കടയിലേക്ക് തീരട്ടെ എന്ന് ശ്രീവല്ലനോട് ഞാൻ പ്രാർത്ഥിച്ചു. താങ്ക് യു സർ. നെല്ലിയോട് അനുസ്മരണം 2025 ഈ യോഗത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മൻസൂർ കാപ്പിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാന്യനായിട്ടുള്ള ശ്രീ NM കർമ്മൻ നമ്പൂതിരി അവർ ഉദ്ഘാടനത്തിൽ നമ്മോട് സംസാരിച്ച സിനിമാ നടനം, അതിലുപരി നല്ല സിനിമകൾക്ക് സംവിധായകമായിട്ടുള്ള ശ്രീ ശ്രീകാന്ത് മുരളി അവർ വിശിഷ്ട സാന്നിധ്യവും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയുമായിട്ടുള്ള വണ്ടൂരിൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ AP നരസിംഹൻ അവർ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ V കലാധരൻ അവർ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രീ നെല്ലിയോടിനെ കുറിച്ചുള്ള വളരെ രക്ഷിതാക്കൾ തന്നെ പറയാം. അതുപോലെ തന്നെ ഇത് പ്രിയ സഹപ്രവർത്തന സുഹൃത്തുമായിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മോഹനൻ നമ്പർ അവർ, ശ്രീ കിരൺ മേലടം അവർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച പ്രദീപ് തങ്ങാട്, അതുപോലെ വേറെ ബഹുമാനില്ല ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഏറെ ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സംഘാടക സമിതി അംഗങ്ങൾ, ശ്രീ നെല്ലിയോടിൻ്റെ അനുഷ്ഠാനം ഇത് 4 ഘട്ടമായിട്ട് 4 വർഷങ്ങളാണ് നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഷ്ഠാനം കഴിച്ച് മറ്റ് 3 അനുഷ്ഠാനങ്ങളും പങ്കെടുത്തു. ഈ 3-ാം അനുഷ്ഠാനത്തിലും പങ്കെടുക്കുമ്പോൾ ഞാൻ അന്ന് സൂചിച്ചിരുന്ന ഒരു കാര്യത്തിൽ അത് ആദ്യമായിട്ട്
പിന്നെ അതുപോലെ തന്നെ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്വാഗത കാരണമാണ്. സ്വാഗത ക്ലാസ്സിന് വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സാംസ്കാരിക നിലയം വേദിയെന്ന് തീർച്ചയായിട്ടും വേണം. ഇതിന് ശ്രീ നെല്ലിയോട് വാസവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞാൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നല്ല നമ്മുടെ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിൽ വരെ തനതായിട്ടുള്ള കഴിവുകളോടുകൂടി കഥകളി രംഗത്ത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ കഥകളികളിലൂടെയൊക്കെ അടുപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുസ്മരണം കഴിഞ്ഞ് രണ്ടാമത്തെ അനുസ്മരണത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഓരോ വർഷം നടത്തുന്ന അനുസ്മരണങ്ങൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. നമ്മളെ കാലം കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ കഴിവുകളുണ്ട്, വ്യത്യസ്ത മേഖലകളുണ്ട്. പക്ഷെ നമ്മൾ ഏറെക്കുറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് എന്താ പറയുക, ഒരു കലാരൂപം തന്നെയാണ് കഥകളി എന്ന് പറയുന്നത്. എത്ര അതിന് സമയം ഉണ്ടാക്കി അതിനു വേണ്ടി പ്രോത്സാഹനം അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരൊക്കെ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ശരിക്കും കഥകളിയോടുകൂടി ജീവിക്കുകയായിരുന്നു ഇവിടെ സൂചിപ്പിച്ചു പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ വർഷവും നടക്കുന്ന ഈ അനുഷ്ഠാനത്തിന് ആശംസകൾ നേരുന്നതിനോടൊപ്പം ഇതിൻ്റെ സംഘാടക സമിതി വളരെ മികച്ച രീതിയിൽ തന്നെ ഓരോ വർഷവും കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥകളിയിലേക്ക് കൂടുതലായിട്ടും ഇനി വരുന്ന തലമുറകളും ഇപ്പം ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല വരുന്ന തലമുറകൾക്കും ഇതിനെ കഥകളിലേക്ക് വരുന്നതിന് അതുപോലെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടി സാംസ്കാരിക നിലയം വരുന്നതിന് വളരെ നന്നായിരിക്കും മാത്രമാണ് നമ്മുടെ ഈ അനുഷ്ഠാന സദസ്സിന് എല്ലാവിധ ആശംസകളും അടുത്തതായി ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അരിമ്പുറ മോഹനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ അനുസ്മരണ യോഗം കാണിച്ചിട്ടുള്ള ശ്രീകാന്ത്, അതുപോലെ തന്നെ നെല്ലിയോടെ കുറിച്ച് വിശദമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളി കലാരൂപത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടക്കം നല്ല രീതിയിൽ ലളിതമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള നമ്മുടെ കലാരൂപകൻ കലാധരൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സംഗീതനായിട്ടുള്ള MLA വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ പരിപാടി 4ാം വാർഷികമായിട്ടാണ് അനുസ്മരണ യോഗമായിട്ടാണ് നടത്തുന്നത്. സ്വാഗതം പറഞ്ഞിട്ടുള്ള ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത അനുസ്മരണ യോഗം ആകുമ്പോഴേ നമുക്ക് അദ്ദേഹത്തിന് സാംസ്കാരിക സമുച്ചയം ഉണ്ടാക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിച്ചുള്ള സംഘാടകർക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ യോഗത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നെല്ലിയോട് അനുസ്മരണം 2025 യോഗത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി കമ്മിറ്റി അംഗം ശ്രീ കിരൺ മേരത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സദസ്സിലുള്ള ബഹുമാന്യർ, നെല്ലിയോട് അനുസ്മരണം 2025 അനുസ്മരണ സമ്മേളനം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷിച്ചേക്കാൾ കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. കഥകളി കലാകാരന്മാർ വേഷം ഒരുങ്ങി തയ്യാറായി വെച്ചിട്ടുണ്ട്. ഇത് അവതരിപ്പിക്കപ്പെടുന്ന കഥകളി കഥകളി ഉടൻ തന്നെ ആരംഭിക്കും. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ദീപപ്രജ്വലനം നടത്തിയ നെല്ലിയോട് പുത്രി ശ്രീമതി മായ നെല്ലിയോട്, അതുപോലെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഏറെ മോഹമുണ്ടെന്ന് എത്തിച്ചേരാൻ കഴിയാവുന്ന ശ്രീ വിഷ്ണു നമ്പൂതിരി കാസർഗോഡ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴും കാസർഗോഡ് നിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം കൂടി വരും എത്തിച്ചേരുമെന്ന് ഉറപ്പ് പറഞ്ഞ അദ്ദേഹം പരിഹരിച്ച് തീരെ യാത്ര ചെയ്യാൻ വയ്യാതെ അവശനായാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടുള്ള സാന്നിധ്യം
അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ എല്ലാം ഗുരുസ്ഥാനീയനായ വണ്ടൂരിൻ്റെ തലമുതിർന്ന അംഗമായ ശ്രീ കടമ്പൻ നമ്പൂതിരിപ്പാട്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ശ്രീകാന്ത് മുരളി, അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. കഥകളിയുമായി ഉള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം തന്നെ വിവരിച്ചു. എല്ലാ വർഷവും നെല്ലിയോടാനുസ്മരണത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എത്ര തിരക്കിനിടയിലും ഔദ്യോഗികപരമായ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഒന്ന് വന്ന് നമുക്കെല്ലാം ഒരു വലിയ ഊർജം തന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന വണ്ടൂരിൻ്റെ പ്രിയങ്കരനായ എന്നെ ശ്രീ പി അനിൽകുമാർ, നെല്ലിയോടാനുസ്മരണ പ്രഭാഷണം നടത്തിയ പുരസ്കാര ജേതാവിനെ പേരിൽ നമുക്ക് പരിചയപ്പെടുത്തിയ ശ്രീ വി കലാധരൻ, ആശംസകൾ അർപ്പിച്ച ശ്രീ മൻസൂർ കാപ്പിൽ, അരിന്ദ്ര മോഹനൻ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അവാർഡ് ഏറ്റുവാങ്ങാൻ തിരുവല്ലയിൽ നിന്ന് പ്രായത്തിൻ്റെ പരിമിതികളെല്ലാം മറന്ന് നമ്മോടൊപ്പം വന്ന ശ്രീ തലവടിയായത്, എല്ലാവർക്കും ഈ നെല്ലിയോടാനുസ്മരണ സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കൃതജ്ഞതയും കുറ്റവാക്കിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമുക്ക് എന്നും പ്രചോദനമായി ഊർജമായി നിന്ന വലിയൊരു സദസ്സ്, വലിയൊരു കലാ ആസ്വാദക വൃന്ദം നമ്മുടെ മുന്നിലുണ്ട്. അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയും ഈ ഒരു പരിപാടിയുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ച നമ്മുടെ മാധ്യമ പ്രവർത്തകർ, അതുപോലെ ലൈഫ് ആൻഡ് സൗണ്ട് സഹായങ്ങൾ നൽകിയതിന് ശരി അവരുടെ ടീം, എല്ലാത്തിനും ഉപരി ഇവിടെ കഥകളി അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർ, എല്ലാവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. വളരെ മനസ്സിലേക്ക് പോകുന്നില്ല, അതുപോലെ നമുക്ക് ഉടനെ ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെല്ലിയോടാനുസ്മരണ 2025 ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഉടനെ തന്നെ ഈ വേദിയിൽ ലവണാസുര കഥകളി വേദിയിൽ അരങ്ങേറുന്നതാണ്. പങ്കെടുക്കുന്ന